യാദൃശ്ചികമായിട്ട് കുറെ കഷ്ടപ്പെട്ടു. ഒരു 5-8 കൊല്ലമൊക്കെ ശരിക്കും പറഞ്ഞാൽ പോസ്റ്റർ ഒട്ടിക്കാൻ വരെ നടന്നിട്ടുണ്ട്. നമ്മളിലൂടെ സഹായം ആവശ്യമുള്ള ഒരുപാട് കലാകാരന്മാർ, കഴിവുള്ള ആൾക്കാർ, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്കൊരു വ്യത്യസ്തമാണെന്ന് തോന്നുന്ന സംഭവങ്ങളാണ് നമ്മുടെ വീഡിയോസിലൂടെ ജനങ്ങളെ അറിയിക്കുന്നത്. 10 വർഷം മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതവുമായിട്ട് ഞാൻ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഒരു ദിവസം കടങ്ങളൊന്നും ഇല്ലാണ്ട് സമാധാനമായിട്ട് കിടന്നുറങ്ങുക, ഈ ആൾക്കാരെ ചീത്ത കേൾക്കാണ്ട് കിടന്നുറങ്ങുക, അതാണ് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. നമുക്ക് ചാരിറ്റി ആഗ്രഹിക്കുന്ന ആൾക്കാർക്കല്ല ഞാൻ കൊടുക്കുന്നത്, അർഹിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കാറ്. ഇങ്ങനത്തെ വൾഗർ വീഡിയോസുകൾ ചെയ്യാൻ അറിയാണ്ടല്ല, താല്പര്യമില്ലാണ്ടാണ്. ആ വെൽക്കം ടു സ്റ്റോറീസോ മൈ ചോയ്സ്. ഇന്ന് സ്റ്റോറീസോയിൽ എന്നോടൊപ്പം ഉള്ളത് ട്രാവൽ, ഫുഡ് ആൻഡ് എന്റർടൈൻമെന്റ് വ്ളോഗർ ആയിട്ടുള്ള സുനിൽ പേരത്താണ്. നമസ്കാരം സുനിലേട്ടാ. നമസ്കാരം. സുനിലേട്ടാ, നമ്മുടെ ചാനലിന്റെ പേര് തന്നെ പറയുന്നത് സ്റ്റോറീസോ, കഥകൾ. അങ്ങനെ അപ്പൊ സുനിലേട്ടന്റെ കഥകൾ എങ്ങനെയാണ്? എന്റെ കഥകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു എനിക്കൊരു പാഷനായിട്ട് വന്നിട്ടുള്ളതാണ് ഈ ഒരു മേഖലയിലേക്ക്. വേറെ നമുക്ക് പഠിച്ചതും ഇതൊക്കെ വേറെ ഫീൽഡായിരുന്നു. പക്ഷെ വ്ളോഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ലൈഫ് പോലെ തന്നെ ശരിക്കും ഞാൻ അങ്ങനെ കാണണേ. അല്ലാണ്ട് വ്ളോഗിങ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിലൂടെ കുറെ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ഒരാളല്ല ഞാൻ. എനിക്ക് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യണം, നമ്മുടെ നാച്ചുറിനെ ആസ്വദിക്കണം, പിന്നെ കുറെ ആൾക്കാരെ പരിചയപ്പെടണം, കുറെ ഫുഡ് കഴിക്കണം. അങ്ങനെ നമ്മള് ഒരു വ്ളോഗറായി മാറിയതാ. അപ്പോൾ അത്യാവശ്യം ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലൊക്കെ അത്യാവശ്യം നമുക്ക് നല്ല ഇത് വരുന്നുണ്ട്, നമ്മൾ ഉദ്ദേശിച്ചേക്കാളും റേഞ്ചിൽ പോകുന്നുണ്ട്. ശരിക്കും യൂട്യൂബ് മാത്രമാണോ ഏണിംഗ് ഉള്ളത്, അല്ലാതെ വേറെ എന്തെങ്കിലും പരിപാടികൾ എന്താണ്? ഞാൻ പഠിച്ചത് വേറെ, ചെയ്യുന്നത് വേറെയാണ്. പഠിച്ചത് ശരിക്കും പറഞ്ഞാൽ ഞാൻ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള. പക്ഷെ ഞാൻ ആ പ്രൊഫഷൻ എന്താ പറയാ, ജോലിക്ക് വേണ്ടി ഗൾഫിൽ എനിക്ക് ജോലി കിട്ടിയിട്ട് പോലും ഞാൻ പോകാണ്ടിരുന്ന ഒരാളാണ്. എനിക്കെന്താ വെച്ചാൽ നമ്മുടെ നാട് വിട്ടു പോകാൻ തീരെ താല്പര്യമില്ല. അങ്ങനെ കുറെ വാശിയൊക്കെ പിടിച്ച് വീട്ടിലൊക്കെ ഇരുന്ന് പിന്നെ പെട്ടെന്ന് ഒരു കല്യാണം കഴിച്ചു. അപ്പൊ അങ്ങനെ ഒരു എന്താ പറയാ, യാദൃശ്ചികമായിട്ട് കുറെ കഷ്ടപ്പെട്ടു. ഒരു 5-8 കൊല്ലമൊക്കെ ശരിക്കും പറഞ്ഞാൽ പോസ്റ്റർ ഒട്ടിക്കാൻ വരെ നടന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ കുറെ കഷ്ടപ്പെട്ട് നടന്ന്, അതായത് ജോലി കിട്ടിയിട്ട് പോവാണ്ട് ഒരു ബിസിനസ് ഒക്കെ ചെയ്യണം എന്നൊരു ആഗ്രഹം കൊണ്ട് അങ്ങനെ ഇറങ്ങി, അങ്ങനെ വന്നതാണ്. പിന്നെ നമ്മള് ഫാം റിലേറ്റഡ് ആയിട്ടുള്ള കുറെ സംഭവങ്ങളൊക്കെ ചെയ്ത്, അങ്ങനെ കുറെ സംഭവങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മെയിനായിട്ടും. അപ്പൊ അതിന്റെ കൂടെ എനിക്ക് ഫ്രീ ആവാൻ ഇപ്പൊ ഒരു സമയം കിട്ടിയപ്പോ നമ്മള് നമ്മുടെ ഇഷ്ടത്തിലേക്ക് വന്നു. ഇപ്പൊ ഒരുപാട് പ്രൊഡക്ട്സ് യൂട്യൂബ് ചാനലിൽ കൂടെയും ഇപ്പൊ ഇൻസ്റ്റാഗ്രാം വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട്. അതിൽ കൂടെ ഒരുപാട് പ്രൊഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എങ്ങനെ ആ പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിച്ച് യൂസ് ചെയ്തതിന് ശേഷമാണോ അതിന്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ പറയുന്നത്? ഞാൻ മെയിൻലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ, പ്രൊമോഷൻ അല്ല മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഫോളോവേഴ്സ് അല്ലെങ്കിൽ നമ്മൾ കാണുന്ന പ്രേക്ഷകർക്ക് അവർക്കൊരു ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, സഹായിക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ നമ്മളിലൂടെ സഹായം ആവശ്യമുള്ള ഒരുപാട് കലാകാരന്മാര്, കഴിവുള്ള ആൾക്കാര്, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു പയ്യന്റെ അടുത്ത്, അതായത് സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടാ പയ്യന്. അതായത് സാധാരണ നമ്മൾ പറയില്ല, നമ്മൾ ഈ സൗണ്ട് തോമ എന്നൊക്കെ പറയുന്ന സിനിമയിലത്തെ ദിലീപിന്റെ ക്യാരക്ടർ അതുപോലെയാണ് ആ കുട്ടിക്ക്. പക്ഷെ അവിടെ വീട്ടിൽ ചെന്നപ്പോൾ അവർക്ക് ഭയങ്കര, നമ്മൾ ചെന്നപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പൊ ആളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സൗണ്ടിന്റെ ഒരു പ്രശ്നം ആൾക്കാർ കളിയാക്കിയ കാരണം മരണത്തിന്റെ വക്കിലേക്ക് ആത്മഹത്യ ചെയ്യാൻ പോയതാണ്. നമ്മള് സാധാരണ വെറുതെ ഇങ്ങനെ തമാശക്ക് ഇങ്ങനെ അവരുടെ ഒരു ഇമിറ്റേറ്റ് ചെയ്യും നമ്മൾ ശരി. പക്ഷെ മരണത്തിന്റെ വക്കിലേക്ക്, പക്ഷെ ആൾക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങളൊക്കെ ഉള്ളത് ജീവിത സാഹചര്യം കൊണ്ട്, അല്ല ജന്മന അങ്ങനെ ആയിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ ചെന്ന്, അപ്പൊ ആൾക്ക് ഡാൻസ് കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഡാൻസറാണ്. അപ്പൊ ഡാൻസിന്റെ ഒരു ഇത് കാണിച്ച് അങ്ങനെ ഒരു ഇത് വന്നപ്പോൾ ആൾക്ക് ഒരുപാട് പ്രോഗ്രാമുകൾ ഇപ്പോൾ ആൾക്ക് കിട്ടുന്നുണ്ട്. അതിലൂടെ എന്ന് വെച്ചാൽ ജനങ്ങൾ ആളെ തിരിച്ചറിഞ്ഞു തുടങ്ങി. അപ്പൊ വരുമ്പോ നമുക്കും ഒരു സന്തോഷം, ആളുടെ ഉമ്മയ്ക്കാണെങ്കിലും സന്തോഷം. അതുപോലെ ഒരുപാട് കലാകാരന്മാര് നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള കഴിവുകൾ. ഇപ്പോൾ വീൽ ചെയറിൽ ഇരിക്കുന്ന ആള് ബോബി ചെമ്മണ്ണൂരിന്റെ, അതുപോലെ യൂസഫ് അലിയുടെ ഒക്കെ ഇങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ, ആർട്ടുകളൊക്കെ ചെയ്ത്, അപ്പൊ അതും നമ്മുടെ ചാനലിലൂടെ ഇങ്ങനെ ലോകം മുഴുവൻ എത്തിക്കുന്നു. അതുപോലെ ഒരു കപ്പലണ്ടി വിൽക്കുന്ന ഒരു ചേട്ടനുണ്ട്. അതായത് കപ്പലണ്ടി വിറ്റുകൊണ്ടിരിക്കുക, ബോഡി ബിൽഡർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരു ചേട്ടനാണ്. അപ്പൊ അത് അദ്ദേഹത്തിന്റെ നമ്മുടെ ഒരു വീഡിയോ വന്ന് അത്യാവശ്യം നല്ല റീച്ച് ഒക്കെ ആയി. അങ്ങനെ ഒരുപാട് അങ്ങനെ കുറെ ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാനും എന്താ പറയാ, നമ്മുടെ ചാനലിലൂടെ ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാനൊക്കെ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ സംബന്ധിച്ച് അതാണ് എൻ്റെ ഒരു സന്തോഷം. പിന്നെ നല്ല നല്ല സ്ഥലങ്ങളിലേക്ക് പോവുക, നമ്മൾ എന്താ പറയാ, പ്രകൃതിനെ ആസ്വദിക്കുക.
യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ്. ഭയങ്കര ഇഷ്ടമാണ്. എന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ വേൾഡിൽ മുഴുവൻ കിടന്ന് കറങ്ങി നടക്കുക എന്നുള്ളതാണ്. അതാണ് എന്റെ ഡ്രീം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ തന്നെ തുടങ്ങിയിട്ടുള്ളത്. സ്റ്റാർട്ട് ചെയ്തത്. അല്ലാണ്ട് നമ്മള് ഒരു ബ്ലോഗറായി അല്ല നമുക്കൊരു എന്റെ ഒരു വരുമാനത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ചാനലല്ല. എന്റെ ചെലവിനുള്ള പൈസ ഒക്കെ കിട്ടണം എന്ന് ആഗ്രഹമുള്ളൂ. ഒരു വരുമാനം വേണമല്ലോ. അത് നമ്മുടെ ചെലവിനുള്ള വരുമാനം കിട്ടിയാൽ മതി. അത്രേ വേണ്ടോ? അത്രയാണോ ഇപ്പൊ കിട്ടുന്നത്? ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ ഏകദേശം അങ്ങനെയൊക്കെ തന്നെ ഞാൻ ചെയ്യാറുള്ളൂ. അല്ലാണ്ട് കൂടുതൽ വരുമാനത്തിന് നമുക്ക് അടിച്ചു പൊളിക്കാവുന്ന ഒരു വരുമാനം തന്നെയാണ് കിട്ടുന്നത്. അടിച്ചുപൊളി അല്ല ഉദ്ദേശിക്കുന്നത്. നമുക്ക് ചിലപ്പോ ഓരോ യാത്ര, ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വയനാട് ഒരു യാത്ര പോയി. വയനാട് പോയപ്പോ ആദിവാസി കോളനിയുടെ ഉള്ളിലേക്ക് പോയത്. അപ്പൊ അവിടെ പോയപ്പോ ഒരു പന്നീനെ വളർത്തുന്ന ഒരു ഫാമിലി ഉണ്ട്. അപ്പൊ അവരെ എനിക്ക് പരിചയപ്പെടാൻ പറ്റി. അപ്പൊ അവരുടെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് വളരെ ദാരിദ്ര്യം പിടിച്ചൊരു ഫാമിലിയാണ്. വർക്കും ജോലി കാര്യങ്ങളൊന്നും ഒക്കെ ഇല്ല. പക്ഷെ എന്നിട്ട് പോലും അവരുടെ ഒരു മൈൻഡ് ഞാൻ ഒബ്സർവ് ചെയ്തപ്പോൾ അവർക്ക് പ്രകൃതിയുമായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ്. കാടിന്റെ മൃഗങ്ങളൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു പുലി പിടിക്കാൻ വന്ന ഒരു പന്നിക്കുട്ടീനെ അവർ രക്ഷിച്ച് അതിനെ സംരക്ഷിച്ചു പോരാണ്. പക്ഷെ അവർക്ക് ചെലവിന് കഴിയാനായിട്ട് പൈസ ഇല്ല. അപ്പൊ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ അവർക്ക് നമുക്ക് കിട്ടുന്ന ഒരു ചെറിയൊരു ഇതെന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു മാസത്തേക്കുള്ള ഒരു കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് പോരുക. അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു വരുമാനം ഇങ്ങനെ കൊടുക്കുമ്പോൾ ഒരു സന്തോഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതൊക്കെയാണ് ശരിക്കും ഇതില് നമ്മള് ശരിക്കും സന്തോഷം കണ്ടെത്താണ് ശരിക്കും. ഇപ്പോ ചേട്ടൻ്റെ എല്ലാ വ്ളോഗ്സും കണ്ടു കഴിഞ്ഞാല് അതില് ഒരുപാട് ആളുകൾ ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ആരെയാണ് അത് കോൺസെൻട്രേറ്റ് ചെയ്യണം മെയിൻ ആയിട്ട് ആ വീഡിയോസിൽ? മിക്സഡ് ആണ് എപ്പോഴും. അതായത് ഇന്നിപ്പോ ഒരു ചേച്ചിയെ കാണിച്ചു കഴിഞ്ഞാൽ ചേച്ചി പൂ നടുന്നതോ കാര്യങ്ങളോ കാണിച്ചു കഴിഞ്ഞാൽ നാളെ വേറെ ഒരു കാര്യമാണ് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് അങ്ങനെ കണ്ടന്റ്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു പ്രചോദനം വന്നത്? കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിൽ കാണുന്ന അല്ലെങ്കിൽ നമുക്കൊരു വ്യത്യസ്തമാണെന്ന് തോന്നുന്ന സംഭവങ്ങളാണ് നമ്മുടെ വീഡിയോസിലൂടെ ജനങ്ങളെ അറിയിക്കുന്നത്. അപ്പൊ എനിക്ക് ഞാൻ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ വഴി കൂടെ പോകുമ്പോൾ ഒരാള് ചിലപ്പോൾ എന്തെങ്കിലും ഒരു അമ്മാമ്മ ഇരുന്നിട്ട് എന്തെങ്കിലും അവിടെ വിൽക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അത് എനിക്കൊരു കൗതുകമായിട്ട് തോന്നി കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും ജനങ്ങൾക്കും തോന്നുക. അപ്പൊ അങ്ങനെയാണ് ഞാൻ വീഡിയോ ക്രിയേറ്റ് ചെയ്യണത്. അല്ലാണ്ട് നമ്മളൊരു എന്താ പറയാ വീഡിയോക്ക് വേണ്ടി ചിലപ്പോൾ യാത്ര ചെയ്യരുത്. ചിലപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് പോകുമ്പോഴാവും അങ്ങനെ ഒരു കണ്ടന്റ് കിട്ടണത്. അപ്പൊ അങ്ങനെയാണ് വീഡിയോസുകൾ കൂടുതൽ ചെയ്യാറുള്ളത്. പിന്നെ കുറെ ആൾക്കാർ നമുക്ക് ഇങ്ങനെ നല്ല കഴിവുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയിക്കും. അങ്ങനെയൊക്കെ നമ്മൾ പോയിട്ട് ചെയ്യാറുണ്ട്. ഒരു 10 വർഷം മുന്നത്തെ ലൈഫും ഇപ്പോഴത്തെ ലൈഫും കൂടിയിട്ട് എടുത്തു കഴിഞ്ഞാല് എന്താ ഫീൽ ചെയ്യുന്നത്? 10 വർഷം മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എന്റെ ജീവിതവുമായിട്ട് ഞാൻ സ്ട്രഗിൾ ചെയ്തോണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ ഭയങ്കര ബാധ്യതകളും പ്രശ്നങ്ങളും കടങ്ങളും എനിക്ക് ആയിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ എനിക്കറിയാം. ഞാനൊരു എന്താ പറയാ എൻ്റെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഓരോരുത്തരെ സഹായിച്ചിട്ട് അവര് നമ്മളെ ചീറ്റ് ചെയ്തിട്ട് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്ന് അങ്ങനെ ബാധ്യതകൾ കുറെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ബാധ്യതകളൊക്കെ തീർക്കാനായിട്ട് ഒരു 7 കൊല്ലത്തോളം വേണ്ടി വന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മള് ഹാർഡ് വർക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ജോലിക്കും പോകും. ചിലപ്പോൾ ഞാൻ രാത്രി പോസ്റ്റ് ഔട്ട് ചെയ്യാൻ പോകും. ചിലപ്പോൾ മറ്റേ എല്ലാ ജോലിക്കും പോകും. പകല് ജോലി കഴിഞ്ഞിട്ട് രാത്രി വേറെ ജോലിക്ക് പോകും. അങ്ങനെയൊക്കെ ചെയ്ത് അപ്പൊ ഞാൻ എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം കടങ്ങളൊന്നും ഇല്ലാണ്ട് സമാധാനമായിട്ട് കിടന്നുറങ്ങുക, ഈ ആൾക്കാരെ ചീത്ത കേൾക്കാണ്ട് കിടന്നുറങ്ങുക. അതാണ് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ദൈവം ഒരു മിറാക്കിളാണ് എനിക്ക് സംഭവിച്ചത്. നമ്മൾ ആഗ്രഹിക്കുന്നതിന്റെ അപ്പുറത്താണ് എനിക്ക് ഓരോന്ന് തരാറുള്ളത്. ഒരു വാടക വീട്ടിൽ നിന്ന് മാറാൻ ആഗ്രഹിച്ചിട്ട് എനിക്ക് അത്യാവശ്യം നല്ലൊരു വീട് എനിക്ക് കിട്ടി. എന്താ പറയാ ഒരു സ്കൂട്ടറിൽ പോകാൻ ആഗ്രഹിച്ച് എനിക്ക് നല്ലൊരു കാറ്, അങ്ങനത്തെ എല്ലാ സംവിധാനങ്ങളും. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, എന്റെ ജീവിതം ശരിക്കും മാറി. നമ്മൾ അതിനനുസരിച്ച് നമുക്ക് ഇതേപോലെയുള്ള വ്യക്തികളെ നമ്മൾ കാണുമ്പോൾ തിരിച്ചറിയണം, അത്രേ ഉള്ളൂ. ചേട്ടൻ അതുപോലെ തന്നെ പ്രൊഫൈല് നോക്കുമ്പോ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന വേറൊരു വാചകമാണ് ചാരിറ്റി. എന്താണ് ചാരിറ്റീസ്? എന്തൊക്കെയാ ചെയ്യുന്നത് ചേട്ടൻ? ഞാനിപ്പോ എല്ലാവരോടും പറയാറില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ കുറെ പേർക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട്. കുറെ ചാരിറ്റി ഉദ്ദേശിക്കുന്ന മനുഷ്യന്മാർക്ക് മാത്രമല്ല, എല്ലാ ജീവജാലങ്ങൾക്കാണ്. ഞാനൊരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ജീവികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരാളാണ്. അതായത് കുറെ പക്ഷികളുണ്ടാവും, മൃഗങ്ങളുണ്ടാവും. അതൊന്നും നമ്മളെല്ലാവരും അറിയിക്കാറൊന്നുമില്ല. പക്ഷെ അത് നമ്മുടെ ഒരു മനസ്സിന്റെ സന്തോഷം. അപ്പൊ അങ്ങനെ ചെയ്യാൻ, അത് മാത്രല്ല, നമുക്ക് ചാരിറ്റി ആഗ്രഹിക്കുന്ന ആൾക്കാർക്കല്ല ഞാൻ കൊടുക്കുന്നത്, അർഹിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കാറ്. ആഗ്രഹിക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല അവര് ചാരിറ്റി ജെന്യുവൻ ആയിട്ടുള്ള പേഴ്സൺ ആണോ എന്ന്. പക്ഷെ ചാരിറ്റി അർഹിക്കുന്ന ആൾക്കാരെ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് അവരത് ചെയ്ത് കൊടുക്കണം എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഫിനാൻഷ്യൽ സോഴ്സസ് എങ്ങനെയാണ്? അത് ചിലപ്പോൾ ഫിനാൻഷ്യൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എങ്ങനെയാണെന്നും പറയാൻ പറ്റില്ല. നമ്മുടെ ഉള്ളതിനനുസരിച്ച് ചെയ്യാം, അത്രേ ഉള്ളൂ. ചേട്ടൻ നേരിട്ട് സഹായങ്ങൾ ചെയ്യാറുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പൊ നമ്മള് മീഡിയേറ്റേഴ്സോ കാര്യങ്ങളോ അങ്ങനെ വെച്ചിട്ടാണോ? നമുക്ക് കുറച്ച് ഇങ്ങനെ അസോസിയേഷനുകളുണ്ട്, അതുവഴി ചെയ്യാറുണ്ട്. പിന്നെ ഡയറക്റ്റ് ഇങ്ങനെ ചിലപ്പോൾ അറിയാണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. അതുവഴി ചേട്ടന് എന്തെങ്കിലും വരുമാനങ്ങൾ അങ്ങനെ ലഭിക്കും? വരുമാനമായിട്ടല്ലല്ലോ അത് നമ്മളെന്ന് വെച്ചാൽ നമ്മുടെ സന്തോഷം, അത്രേ ഉള്ളൂ. കാരണം ഞാൻ ഇപ്പൊ എൻ്റെ ഒരു മോളുടെ ഒരു ബർത്ത്ഡേ വന്നു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ചെയ്യാം, നമ്മൾ വലിയ ഫംഗ്ഷൻ വെക്കല്ലേ ചെയ്യാം. ഞാൻ ചിലപ്പോൾ അത് ചെയ്യണത് ചിലപ്പോൾ ഇവിടെ രോഗികൾ, മറ്റേ മെഡിക്കൽ കോളേജിൽ രോഗികൾക്ക് ചിലപ്പോൾ ഒരു 100-500 പേർക്കൊക്കെ അന്നദാനം കൊടുക്കും.
ഞങ്ങൾ പോയിട്ട് തന്നെ സെർവ് ചെയ്യാറുണ്ട്. Okay. അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതിപ്പോ നമ്മളൊരു വീഡിയോ ആയിട്ടൊന്നും ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് മാത്രം. അതെ, ഒരുപാട് വീഡിയോസ് കണ്ടപ്പോ ഇത്തരം ചാരിറ്റി ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, പക്ഷെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് അധികം കണ്ടിട്ടില്ല. ഞാൻ അങ്ങനെ വീഡിയോസ് ആയിട്ട് ചെയ്യാറില്ല. അതിപ്പോ നമുക്ക് ഇങ്ങനെ വീഡിയോ ആയിട്ട് ചെയ്യാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞില്ലേ, ഇപ്പൊ വയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ, പക്ഷെ കഴിവും കൂടി വേണം. അത് വയ്യാണ്ട് ഇരിക്കുന്ന ആൾക്കാരല്ല ഞാൻ നോക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു ഡിസേബിലിറ്റി ഉണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് ഓവർകം ചെയ്ത് കയറി വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് നമുക്ക് ഇൻസ്പിറേഷൻ ആണ്. അത് എനിക്ക് പോലും ഇൻസ്പിറേഷൻ ആണ്. ഇപ്പൊ കാലൊന്നും ഇല്ലാണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ടുട്ടുമോ എന്ന് പറഞ്ഞിട്ട് ഒരാളെ പരിചയപ്പെട്ടു. കാല് തളർന്ന് വീടിന്റെ ഒരു 10-20-22 വയസ്സുള്ളപ്പോ കാലൊക്കെ തളർന്നു, ബിൽഡിങ്ങിന്റെ മേലെ നിന്ന് വീണ് കാലൊക്കെ തളർന്നു. എന്താ പറയാ, സ്പൈനൽ കോഡിന് കംപ്ലൈന്റ് പറ്റി തളർന്നു, വീൽ ചെയറിലാണ്. പക്ഷെ ആളുടെ ഒരു കോൺഫിഡൻസ് കണ്ടപ്പോ എനിക്ക് ഞെട്ടിപ്പോയി. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ബട്ടൺസ് വെച്ചിട്ട് എത്രയോ ലക്ഷക്കണക്കിന് ബട്ടൺസ് വെച്ചിട്ട് ബോച്ചേൻ ഉണ്ടാക്കണു, ലക്ഷക്കണക്കിന് സ്ക്രൂ വെച്ചിട്ട് സുരേഷ് ഗോപിന് ഉണ്ടാക്കണു, തീപ്പെട്ടിക്കൊള്ളി കുറെ വെച്ചിട്ട് നമ്മുടെ യൂസഫ് അലിഖാൻ ഉണ്ടാക്കണു. അപ്പൊ അതൊക്കെ കണ്ടപ്പോ എനിക്ക് ഞെട്ടിപ്പോയി. ശരിക്കും പറഞ്ഞാൽ ആള് തളർന്നിരിക്കല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തില് നമ്മൾ ശരിക്കും പറഞ്ഞാൽ എല്ലാ കഴിവുകളുള്ള ആൾക്കാർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത കാലത്ത് ഇങ്ങനെയുള്ള ആൾക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അവരെ ജനങ്ങൾക്ക് മുമ്പ് എത്തിച്ചില്ലെങ്കിൽ നമുക്ക് മോശക്കേടാ ശരിക്കും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാറില്ലേ. സോഷ്യൽ മീഡിയ ഒരുപാട് യൂസ് ചെയ്യുന്ന ആളാണ് എന്തായാലും. അപ്പൊ ഈ സോഷ്യൽ മീഡിയയുടെ ഡ്രോബാക്സ് ഉണ്ടാവും. നമ്മൾ ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ എന്തെല്ലാം ഡ്രോബാക്സ് ആണ് കാണുന്നത്? എനിക്ക് ഡ്രോബാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില വീഡിയോസുകൾ അതായത് അർഹിക്കുന്ന പോലെ എത്താറില്ല. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് പ്രൊമോഷൻ എനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, ചിലപ്പോൾ ആ വീഡിയോയിൽ വരുന്ന ഒരു വ്യക്തി ചിലപ്പോൾ ഒരു പ്രൊമോഷൻ ആഗ്രഹിക്കുന്ന ആളായിരിക്കും, ചിലപ്പോൾ ജനങ്ങളിലേക്ക് എത്തേണ്ട ഒരാളായിരിക്കും. പക്ഷെ അങ്ങനെ വരാണ്ട് പോകുമ്പോൾ ഒരു വിഷമം വരാറുണ്ട്. നേരെ മറിച്ച് ചിലപ്പോൾ നമ്മൾ തമാശ പറഞ്ഞ് ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ആളെ കളിയാക്കിയിട്ട് ആരെങ്കിലും ചീത്ത പറഞ്ഞ് തല്ലൂട്ടം, അങ്ങനത്തെ വീഡിയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാരിലേക്ക് എത്താറുണ്ട്. അതാണ് എനിക്കൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയിട്ടുള്ളത്. പക്ഷെ അത് ഡ്രോബാക്ക് എന്ന് പറയാൻ പറ്റില്ല, ജനങ്ങളുടെ മനസ്സാണ് അതിൽ കാണുന്നത്. ഒരു വൾഗാരിറ്റി കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് കണ്ടു കഴിഞ്ഞാൽ, ഒരു ചീത്ത പറയില് തല്ലൂട്ടം കണ്ടു കഴിഞ്ഞാൽ ആൾക്കാരുടെ മനസ്സിലൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. ആ ക്യൂരിയോസിറ്റി ആണ് റീച്ച് ആയിട്ട് വരുന്നത്. നേരെ മറിച്ച് നല്ലൊരു കണ്ടന്റ് അല്ലെങ്കിൽ എന്താ പറയാ, നമുക്ക് ശരിക്കും അർഹതയുള്ള ആൾക്കാരെ, ചിലപ്പോൾ അംഗീകാരമുള്ള ആൾക്കാരെ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ചിലപ്പോൾ പറ്റാറില്ല. അതെ, ഇപ്പൊ റീസെന്റ് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും, ആ ഒരു നടിയുടെ അടുത്ത് ചോദിച്ച ഒരു ചോദ്യം. ചേട്ടൻ സിനിമയൊക്കെ കാണുന്ന ആളല്ലേ? അതെ, കാണാറുണ്ട്. അതെ, അപ്പൊ ആദ്യമായിട്ടാണ് ഈ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ചേട്ടൻ ചെയ്യുന്നതെന്ന് എന്നോട് ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു. അപ്പൊ റീസെന്റ് ഉണ്ടായ ഒരു പ്രശ്നമാണ്, ഒരു നടിയുടെ അടുത്ത് കൂടെ കിടന്നിട്ടാണോ നമ്മൾക്ക് ഇങ്ങനത്തെ ചാൻസുകൾ കിട്ടുന്നതെന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ ആ ചോദ്യം ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ കാണുമ്പോ എന്താ തോന്നുന്നത്? എങ്ങനെ പ്രതികരിക്കാനാ തോന്നുന്നത് ആ ഒരു വീഡിയോയോട്? അത് ശരിക്കും പറഞ്ഞാൽ ആ വീഡിയോ റീച്ച് കിട്ടാൻ വേണ്ടി അവർ ചോദിച്ച് മനഃപൂർവ്വം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചോദ്യമാണെന്നായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഞാൻ ആസ് എ ബ്ലോഗർ എനിക്കറിയാം ആ ഒരു ചോദ്യങ്ങൾ അവരെന്തിനാ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത്. ആ ഒരു ചോദ്യം കൊണ്ട് മാത്രമാണ് ആ വീഡിയോ റീച്ച് ആയിട്ടുള്ളത്. എനിക്ക് പറ്റാണ്ടല്ല എന്നത്, എനിക്ക് വളരെ ഈസി ആയിട്ട് പറ്റും. പിന്നെ ഏതെങ്കിലും ഒരാളെ, ഏതെങ്കിലും ഒരു സെലിബ്രിറ്റീനെ വിളിച്ചിട്ട് അയാളെ ഒന്ന് ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വൈറലായി. വൈറൽ വീഡിയോസ് ഉണ്ടാക്കാനായിട്ട് എല്ലാവർക്കും പറ്റും, എനിക്കും പറ്റും. പക്ഷെ അത് ജനങ്ങള്, ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ വരുന്ന ആൾക്കാർക്ക് അംഗീകാരം കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് വരുന്നത്. അല്ലാണ്ട് നമ്മള് ഇതേപോലെ എന്തെങ്കിലും ഒരു റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് വരുന്ന ഒരാളല്ല ഞാൻ. വരുന്ന ആൾക്കാരൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അംഗീകാരം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇപ്പൊ ഒരു റീച്ച് കിട്ടാനായിട്ട് കുറെ തെറി കിട്ടിയാലും മതി. സോഷ്യൽ മീഡിയയിൽ തെറി കുറവുള്ള ഒരാളായിരിക്കും ചിലപ്പോൾ ഞാൻ. കാരണം എനിക്ക് എന്താ പറയാ, ഇങ്ങനത്തെ വൾഗർ വീഡിയോസുകൾ ചെയ്യാൻ അറിയാണ്ടല്ല, താല്പര്യമില്ലാണ്ടാണ്. അങ്ങനത്തെ ഒരു റീച്ച് വേണ്ടെന്ന് വെച്ചിട്ട് തന്നെയാണ്. എന്തെങ്കിലും ആൾക്കാർ അറിയും പറഞ്ഞാൽ മതി. അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതിപ്പോ എത്ര കൊല്ലം വേണമെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് സമയമുണ്ട്. പിന്നെ ഞാൻ പോകുന്ന കാഴ്ചകളും സ്ഥലങ്ങളും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് വ്യത്യസ്തമായ പോലെ തന്നെ ജനങ്ങൾക്ക് അത് വ്യത്യസ്തമായിട്ട് തന്നെ തോന്നും. ഇന്നലെ നാളെ കുറെ പേര് കാണുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞില്ല, അത് ചിലര് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, കുറെ കഴിവുള്ള ആൾക്കാരുണ്ട്. കുറെ ഇപ്പൊ റീസെന്റ് ഒരു ചേട്ടൻ ഒരു അനിയന് വേണ്ടിട്ട് ഒരു വണ്ടി ഉണ്ടാക്കി കൊടുത്തു, ഒരു ബൈക്ക്, അതായത് ഒരു ആക്റ്റീവ് ഉണ്ടാക്കി കൊടുത്ത ഒരു വെറൈറ്റി സംഭവമായിരുന്നു. ആ ചെയ്തത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അതിന് നല്ലൊരു പ്രതികരണം കിട്ടി. അതുപോലെ നമ്മുടെ കേരളത്തിൽ ഒരു ചേട്ടൻ രോഗികളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു വീൽ ചെയർ ഉണ്ടാക്കി. അതൊരു 10 മില്യന്റെ മേലെ ആൾക്കാർ കണ്ടു ആ വീഡിയോ. അപ്പൊ അതും പല രാജ്യങ്ങളിൽ നിന്ന് അയാൾക്ക് ബിസിനസ്സും കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് ഒരുപാട് ഉപകാരമുള്ള ഒരു സംഭവമാണ് രോഗികളെ സംബന്ധിച്ച്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റീച്ച് വരാറുണ്ട്. ഫാമിലിയില് ഒരു ഭാര്യ, 2 കുട്ടികള്. ഞങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നു. ഒരു 22-ാം വയസ്സിൽ എന്റെ കല്യാണം കഴിഞ്ഞു. ഇപ്പൊ എന്റെ മൂത്ത മോള് 8-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. രണ്ടാമത്തെ മോൾക്ക് ഇപ്പൊ 1.5 വയസ്സ്.
എങ്ങനെ ഫിറ്റ്നസ് ഒക്കെ നോക്കുന്ന ആളാണോ? ഫിറ്റ്നസ് എന്ന് 2ാം പറഞ്ഞാൽ ക്ലാസ് പഠിക്കുന്ന കുട്ടിയുടെ അച്ഛൻ എന്ന് പറഞ്ഞപ്പോ ചോദിച്ചതാണ്. അതായത് ഫിറ്റ്നസ് നോക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഫുഡി ആയിരുന്നു. ആദ്യം ഫിറ്റ്നസ് നന്നായിട്ട് നോക്കിയിരുന്നാ. ഓക്കെ പിന്നെ ഈ നമ്മുടെ പ്രാരാബ്ദങ്ങളുടെ ഇടയിൽ ഫിറ്റ്നസ് മറന്നുപോയി കുറെ കാലം. ഓക്കെ ഇപ്പൊ ഫ്രീ ആയപ്പോ ഇപ്പൊ ഞാൻ പ്രകൃതിയിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. അല്ലാണ്ട് നമ്മൾ ഫിറ്റ്നസിന് വേണ്ടി മാത്രമല്ല. ഞാൻ പറയുകയാണെങ്കിൽ എല്ലാവരും പ്രകൃതിയിലേക്ക് ഇറങ്ങാം. ഞാൻ ഇപ്പൊ കാലത്ത് കളിക്കാൻ പോകും കുറച്ചു നേരം. അത് കഴിഞ്ഞാൽ സ്വിമ്മിങ്ങിന് പോകും, കുളത്തിൽ പോകും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ. അല്ലാണ്ട് പിന്നെ കുറച്ചു നേരം ഓടാനും നടക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ പോകും. പിന്നെ ഭക്ഷണം കുറച്ചൊക്കെ പ്രകൃതിയിൽ കിട്ടുന്ന ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കാനായിട്ട് ആഗ്രഹിക്കും. അങ്ങനെ തന്നെയാണ് ഫിറ്റ്നസ് നോക്കുന്നത്. യാത്ര ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു യാത്രയുടെ എക്സ്പീരിയൻസ് പറയോ? വയനാട് യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട. അല്ല, അത് ഓരോ യാത്രയ്ക്ക് അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. നമ്മള് കട്ടപ്പന പോയപ്പോഴാണെങ്കിലും ഇടുക്കിയിൽ, അങ്ങനെ കേരളത്തിലുള്ള യാത്രകളാണ് ഞാൻ പറയണത്. ഓരോ സ്ഥലത്തിനും നമ്മൾ എത്ര കണ്ടാലും മതി വരാത്ത കാഴ്ചകൾ സമ്മാനിക്കാൻ പറ്റും. നമ്മൾ വിചാരിക്കും ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് അൾട്ടിമേറ്റ് എന്ന് വിചാരിക്കും. പക്ഷെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അല്ല. നമ്മൾ ഏതൊരു സ്ഥലത്ത് ഇപ്പൊ ഇന്ന് കാണുന്ന സ്ഥലം ഒരു അടുത്തൊരു സീസണിൽ പോയി കഴിഞ്ഞാൽ അതിന് വേറൊരു ബ്യൂട്ടി ആയിരിക്കും. അപ്പൊ നമ്മള് വയനാട് തന്നെ ഞാൻ 10 വട്ടം പോയാലും വീണ്ടും വീണ്ടും പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ്. കാരണം ഒരുപാട് നമ്മൾ കാണാത്ത ഒരുപാട് കാഴ്ചകൾ, പ്രകൃതിയുടെ ശബ്ദങ്ങള്, പിന്നെ പറയാ നമ്മുടെ നാട്ടിൽ കിട്ടാത്ത ഒരുപാട് ഫ്രഷ് എയർ, ഇതൊക്കെ നമുക്ക് ഈ യാത്രയിലൂടെ കിട്ടുക. ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റും. അത് ഭയങ്കര ഒരു സംഭവം, എക്സ്പീരിയൻസ് ആണ് ശരിക്കും. നമുക്ക് ലൈഫിൽ കിട്ടുന്ന നോളേജ് ആണ് അതൊക്കെ. നെക്സ്റ്റ് ഇനി ഇത് എവിടേക്കാണ് യാത്ര പോകണം? ഞാൻ കേരളം പരമാവധി കവർ ചെയ്തതിന് ശേഷം ഓൾ ഇന്ത്യ ട്രിപ്പ് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പല സ്ഥലങ്ങൾ, പല കൾച്ചറുകൾ, പല രീതികൾ, പല ആൾക്കാര്. അപ്പൊ അവരുടെ ഒക്കെ രീതികളും കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട്, പഠിക്കാൻ മാത്രമല്ല അറിയാനായിട്ട് ഒരു ആഗ്രഹം. അപ്പൊ അങ്ങനെ യാത്ര ചെയ്യണമെന്ന് ആഗ്രഹം. പിന്നെ അത് തന്നെ ലോകം മുഴുവൻ സഞ്ചരിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ട് എനിക്ക്. അതെന്റെ ഒരു മനസ്സിലിങ്ങനെ കെടുക്കാണ്. സമയമാകുമ്പോ അതൊക്കെ നടക്കും. അതെ. എങ്ങനെ യൂട്യൂബ് വീഡിയോസ് മാത്രമാണോ ഏണിംഗ് എന്നുള്ളത് ഞാൻ നേരത്തെ ചോദിച്ചായിരുന്നു. അപ്പൊ ഫാമിനെ കുറിച്ചൊക്കെ പറഞ്ഞായിരുന്നു. എങ്ങനെയാണ് അതിലേക്കുള്ള ഒരു കടന്നുവരവും കാര്യങ്ങളൊക്കെ? ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഈ ഫാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പട്ടികൾ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വീട്ടിൽ ഒരു 5 പട്ടികളുണ്ട്. പിന്നെ കോഴികളെ ഭയങ്കര ഇഷ്ടമാണ്, കിളികളെ ഭയങ്കര ഇഷ്ടമാണ്, മീൻ വളർത്തലുണ്ട്. അത് നമ്മുടെ ഒരു പാഷനാണ് ശരിക്കും. അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ അതിലൂടെ ഒരു വരുമാനം കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചു. നമ്മുടെ പഠിച്ചൊരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ഫാബ്രിക്കേഷൻസ് ചെയ്തു. ഫാബ്രിക്കേഷൻസിൽ പുതിയ പുതിയ മോഡലുകൾ ഉണ്ടാക്കി. അത് കാരണം എന്തായാലും ജീവിക്കണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മള് എന്താ പറയുക, കോഴികള്, ഫാൻസി കോഴികൾ, സാധാരണ കോഴികളൊക്കെ ഇങ്ങനെ വളർത്തുന്ന ബ്രീഡിങ്, ബ്രൂഡിങ്, അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ ഫാമിന് വേണ്ടിയിട്ട് ഓരോ മേക്കിംഗ് ചെയ്യാറുണ്ട്, കേജുകൾ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ അത് കമ്പനിയായിട്ട് ഇപ്പൊ പോകുന്നുണ്ട്. അതിനൊരു സൈലന്റ് ആയിട്ട് ഇപ്പൊ ഞാൻ നിൽക്കണമെന്ന് മാത്രം. അതിന് നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്നുണ്ട്. അത് നമ്മളെല്ലാവരും സ്വപ്നം കാണുന്ന ആളുകളാണ്. ഞാനടക്കമുള്ള വ്യക്തികൾ സ്വപ്നം കാണുന്ന ആൾക്കാരാണ്. അപ്പോ ചേട്ടൻ്റെ സ്വപ്നം കണ്ടിട്ട് ഇതുവരെ സാധിക്കാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ശരിക്കും ഉണ്ടാവല്ലോ. അതായത് ഞാൻ പറഞ്ഞില്ലേ, എന്റെ സ്വപ്നങ്ങളൊക്കെ എനിക്ക് മിറാക്കിൾ പോലെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കണ്ടിട്ടുള്ള സ്വപ്നം, അതായത് സ്വപ്നം കാണണം തന്നെയാണ്. നമ്മൾ അബ്ദുൽ കലാം പറഞ്ഞ പോലെ സ്വപ്നം കണ്ടിരുന്ന ആൾ തന്നെയാണ്. ആ സ്വപ്നത്തിലേക്കൊക്കെ ഞാൻ വിചാരിച്ച് ഞാനൊരു ടൈം കൊടുക്കും. ഇപ്പൊ ഞാനൊരു ടാർഗറ്റ് വെക്കും, ഇത്ര ഒരു ഇതിലേക്ക് നമുക്ക് എത്തണം. എപ്പോഴും ഒരു ടാർഗറ്റ് മനസ്സിലുണ്ടാവും. പക്ഷെ ഞാൻ അതിനേക്കാൾ വേഗത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് വലിയൊരു അത്യാഗ്രഹം എന്നല്ല പറയണത്. ഒരു സാധാരണക്കാരൻ ഇപ്പൊ ഒരു ചാനൽ തുടങ്ങുമ്പോൾ അറിയാലോ, ഇപ്പൊ നമുക്ക് ആദ്യം ഒരു 1000 പേര് കാണണം, ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് വരണം, ഫോളോവേഴ്സ് വരണം, ഒരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും. തുടക്കക്കാരെ എല്ലാവരും അങ്ങനെ തന്നെയാണ്. അത് നമ്മളിങ്ങനെ ആഗ്രഹിച്ച് കുറച്ച് കഴിയുമ്പോൾ അത് 10,000, 25,000, 50,000, 1 ലക്ഷം. അങ്ങനെ യൂട്യൂബ് ചാനലിൽ നിന്ന് എനിക്കൊരു സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയപ്പോൾ ഒരു ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ അതുപോലെ ഇൻസ്റ്റാഗ്രാം നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് വളർച്ചയായത്. പെട്ടെന്ന് ഇപ്പൊ ഒരു 1 lakhൽ മേലെ ഫോളോവേഴ്സ് കയറി. പിന്നെ ഇപ്പൊ ഫേസ്ബുക്ക് ചാനൽ അതുപോലെ ഇപ്പൊ ഒരു 41,000 അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നു. അത് കേറട്ടെ. അതിപ്പോ നമ്മൾ ആൾക്കാരെ നിർബന്ധിക്കാനൊന്നും പോകാറില്ല. വ്ളോഗിംഗ് തുടങ്ങിയപ്പോൾ ഒരുപാട് നെഗറ്റീവ്സ് വന്നിട്ടുണ്ടായിരിക്കുമല്ലോ. നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ടെസ്റ്റിംഗ് ചെയ്യാറുണ്ട്. അതായത് എങ്ങനെയാണ് നെഗറ്റീവ് വരുന്നത് എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഞാൻ വ്ളോഗിങ്ങിൽ എല്ലാത്തരം പരീക്ഷണങ്ങളും ചെയ്യാറുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി റീച്ച് കൂട്ടാനായിട്ട് സാധിക്കും. നമ്മൾ ചെയ്യണത് തന്നെയാണ്. ഈ പറഞ്ഞ പോലെ കുറച്ച് ആരെങ്കിലുമൊക്കെ പിടിച്ച് എന്തെങ്കിലും ചീത്ത പറയാ, എന്തെങ്കിലും ആൾക്കാർക്ക് ഇറിറ്റേഷൻ ആവുന്ന കാര്യങ്ങൾ, ചീത്ത പറയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുക. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഓൾറെഡി കമന്റ് സെക്ഷൻ ആക്റ്റീവ് ആവും. ആക്റ്റീവ് ആവുമ്പോൾ അതിനനുസരിച്ച് റീച്ച് കയറും. അങ്ങനെയാണ് സംഭവം. അപ്പൊ ഞാൻ പിന്നെ അങ്ങനത്തെ പരിപാടികളൊക്കെ കുറച്ചു ആവറേജ് ആക്കി. അപ്പൊ ഏറ്റവും സക്സസ്ഫുൾ ആയ ആ വീഡിയോ ഏതായിരുന്നു? ഫസ്റ്റ് ടൈമിലോ? ഫസ്റ്റ് ടൈമില് തുടരാമെന്ന് പറയുന്ന ഒരു വീഡിയോ ഉണ്ടാവുമല്ലോ, മുന്നോട്ട് പോവാം എന്ന് നമ്മൾക്ക് തന്നെ. അതായത് കുറെ വീഡിയോസുകൾ ഉണ്ട്. കാരണം എല്ലാം നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതൊക്കെ തുടരാന്ന് പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോ ഒരു ചെപ്പാറ പോയിന്റ് ആയിരുന്നു. അത് ഞാൻ യാദൃശികമായിട്ട് വേറൊരു വീഡിയോ എടുക്കാൻ പോയതാ.
അപ്പൊ തോന്നിയപ്പോ എനിക്ക് ആ ഒരു സ്ഥലം കണ്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു, അതൊരു വീഡിയോ ആയിട്ട് ചെയ്തു. അന്ന് ആരും അവിടെ വന്നു വരുന്നില്ല. അതെ, ഓക്കെ. ആ വീഡിയോ പെട്ടെന്ന് റീച്ച് ആയിട്ട് ഒരു 8 ലക്ഷം പേരോ ഇത്രയും കൂടെ പേര് കണ്ടു. പിന്നെ നോക്കി അറിയാൻ കഴിഞ്ഞത് അവിടെ ഭയങ്കര തിരക്കായി, ഒരുപാട് വ്ളോഗേഴ്സ് വീണ്ടും ഈ ആ ഒരു സ്ഥലം വീഡിയോനെ ബേസ് ചെയ്തിട്ടാണ്. ആ ഓക്കെ, അതുവരെ ആ സ്ഥലം അറിയപ്പെടാത്തൊരു ഹിഡൻ പ്ലേസ് ആയിരുന്നു. ഓക്കെ. അപ്പൊ അത് ഭയങ്കര ഹൈലൈറ്റ് ആയി, ഒരുപാട് വ്ളോഗേഴ്സ് വന്നു. പിന്നെ ആ സ്ഥലം ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലെയായി. വാവ്. അതുപോലെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു, ഒരു കയാക്കിങ് ചെയ്യുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ പോയപ്പോ ഞാൻ ജസ്റ്റ് അങ്ങനെ ഒരു ബ്രിഡ്ജ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ ചെമ്മാപ്പള്ളി ബ്രിഡ്ജിലേക്ക് വെറുതെ ഒന്ന് പോയതാ. അപ്പൊ അവിടെ കുറെ കച്ചവടക്കാരൊക്കെ ഉണ്ട്, അവർക്കൊന്നും കച്ചവടം ഒന്നും ഇല്ലാണ്ട് അവിടെ ഇരിക്കുകയാണ്. പിന്നെ കയാക്കിങ് ചെയ്യുന്ന ചേട്ടന്മാര് അവിടെ വെറുതെ ഇരിക്കുകയാണ്. അപ്പൊ അവിടെ വെറുതെ ഇരിക്കുന്ന കണ്ടപ്പോൾ ചോദിച്ചു, ചേട്ടാ അതിലൊന്ന് പോകാൻ പറ്റുമോ ചോദിച്ചു. എനിക്ക് പോയപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചേട്ടൻ ഞാൻ ഒരു വീഡിയോ എടുത്തോട്ടെ ഞാൻ. അപ്പൊ അവർക്കും സന്തോഷമായി. വേറെ പ്രൊമോഷൻ ആയിട്ടൊന്നുമല്ല, അപ്പൊ എനിക്ക് ആ ഒരു സ്ഥലം കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ലൊരു വീഡിയോ ആയി. പക്ഷെ അത് നല്ല റീച്ചായി, അവർക്ക് ഒരുപാട് ബിസിനസ് കിട്ടി. പിന്നെ ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ അത്യാവശ്യം നല്ലൊരു തൃശ്ശൂർക്കാർക്കൊക്കെ പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ 2 സ്ഥലങ്ങളും. അങ്ങനെ കുറെ സ്ഥലങ്ങളുണ്ട് നമുക്കറിയാത്തത്, അവിടേക്കൊക്കെ എത്തണം. അപ്പോ സുനിലേട്ടന്റെ പ്രേക്ഷകരുടെ അടുത്ത് എന്താ പറയാനുള്ളത്? നമ്മള് ഇപ്പൊ ഈ വ്ളോഗേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് വെറുതെ എന്തെങ്കിലും ചെയ്ത് പൈസ കിട്ടുക എന്നുള്ളൊരു മൈൻഡാണ് ആൾക്കാർക്ക്. പക്ഷെ അങ്ങനെയല്ല, ഒരുപാട് എഫർട്ട് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ തന്നെ എനിക്കറിയാം, സ്റ്റോറീസോ എന്ന് പറയുന്ന ഇത് ഒരുപാട് കഷ്ടപ്പാടുണ്ട്. ഒരു വ്ളോഗർ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രൊഫഷൻ തന്നെയാണത്. അപ്പൊ അതില് നമുക്ക് ക്യാമറയുടെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യണം, ഒരു ആങ്കറിങ്ങിന്റെ കാര്യങ്ങൾ, സബ്ജക്റ്റ്, പിന്നെ അതിന്റെ എഡിറ്റിങ്, അതിന്റെ അപ്ലോഡ് ചെയ്യുക. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞ ഒരു പ്രൊഫഷണൽ തന്നെയാണ്. ഇനി വരുന്ന ആൾക്കാർ ഞാൻ പറയുകയാണെങ്കിൽ എല്ലാവരും വ്ളോഗർ ആവണം എന്ന് പറയാം. എന്താ കാരണം എന്ന് അറിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പഠിക്കാൻ പറ്റും അതിൽ നിന്ന്. നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചേക്കാളും കൂടുതൽ അറിവുകൾ ഒരു വ്ളോഗർക്ക് അറിയാൻ പറ്റും. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അല്ല, നമ്മൾ ചെറിയ കുട്ടിയായിരിക്കും തൊട്ടും അവരെ വ്ളോഗിങ്ങിലേക്ക് എൻകറേജ് ചെയ്യാൻ ഞാൻ പറയുള്ളൂ. അപ്പൊ അവർക്ക് ഒരുപാട് യാത്രകൾ ചെയ്യാം, ഫ്രീ ആയിട്ട് മൈൻഡൊക്കെ സെറ്റ് ആക്കാം, അവരുടെ പാഷനേറ്റ് ആയിട്ട് വ്ളോഗ് ചെയ്യാം. ഇപ്പൊ മ്യൂസിക് ആണ് ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മ്യൂസിക്കിനെ കുറിച്ചിട്ട് വ്ളോഗ് ചെയ്യാം, അല്ലെങ്കിൽ യാത്രകൾ ഇഷ്ടപ്പെടുന്ന വെച്ചാൽ അങ്ങനെ, ഫുഡാണെന്ന് വെച്ചാൽ ഫുഡ്. അപ്പൊ ആ നമ്മുടെ പാഷനും അവിടെ നടക്കും, നമുക്ക് അതിൽ നിന്ന് ചെറിയൊരു വരുമാനവും കിട്ടും. അതൊരു ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ലൈഫ് ആയിരിക്കും. ഞാനിവിടെ ഏത് വ്ളോഗേഴ്സ് വന്നു കഴിഞ്ഞാലും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ശരിക്കും ഈ വ്ളോഗിങ്സ് സാധാരണക്കാരന്റെ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ എന്ന്. അപ്പൊ എങ്ങനെയാണ് സുനിലേന്റെ വീഡിയോസ് സാധാരണക്കാരന്റെ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ? എനിക്കത് തോന്നിയിട്ടുണ്ട്. സാധാരണക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ന പ്രേക്ഷകരെ ഫോക്കസ് ചെയ്തിട്ടല്ല, സമൂഹത്തില് ആരാണോ എന്താ പറയാ ഉയർച്ച ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ താഴ്ത്തപ്പെട്ട് കിടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അതിപ്പോ വലിയ ആൾക്കാർ അല്ലെങ്കിൽ ചെറിയ ആൾക്കാർ എന്നുള്ളതല്ല, സാഹചര്യം കൊണ്ട് അങ്ങനെ സംഭവിച്ചു പോണതാ. പക്ഷെ എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നൈസ് ഇന്റർവ്യൂ ആയിരുന്നു സുനിലേന്റെ കൂടെ, നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് സുനിൽ പേരോത്ത്. നല്ലൊരു ട്രാവലിംഗ് വ്ളോഗറാണ് അദ്ദേഹം. ഒരുപാട് യാത്രകളെ ഇഷ്ടപ്പെടുന്ന ആളാണ്, ഫുഡിനെ ഇഷ്ടപ്പെടുന്ന ആളാണ്, ഒരുപാട് എന്റർടൈൻമെന്റ്സ് നമുക്ക് വേണ്ടി തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു യാത്ര ഉഷാറായിട്ട് പോട്ടെ, നമുക്ക് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്. മൈ നെയിം ഈസ് സുനിൽ പേരോത്ത്. ദിസ് ഈസ് മൈ ചോയ്സ്.